നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ കല്യാണിക്ക് താര ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുക്കുവാണ്. ആ സമയത്ത് താരയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കല്യാണി ചോദിച്ചു, എന്താ ആന്റി? ആന്റിക്ക് എന്താ വല്ലാത്തൊരു വിഷമം? ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കുന്ന ആന്റിയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ കയറി കൂടിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. താര ഒന്നുമില്ലാന്ന് കാണിക്കണം. ഒന്നും ഇല്ലായികയല്ല, എന്തോ ഉണ്ട്. ആന്റിക്ക് അറിയാലോ, ഞാൻ ആന്റീനെ കാണുന്ന എന്റെ സ്വന്തം അമ്മയെ പോലെ. ആന്റി എന്നെ പ്രസവിച്ചിട്ടില്ലെന്നുള്ളൂ, പക്ഷെ ഞാൻ ആന്റിയുടെ മോള് തന്നെയാ. ഇതിനു മുമ്പാണെങ്കിലും ആന്റി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാ സരുവിനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴാ. സരയു സ്വന്തം മോളാന്നറിഞ്ഞു കഴിഞ്ഞപ്പോ ആന്റി കുറെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ താങ്ങും തണലുമായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആന്റിക്ക് അറിയാലോ. പിന്നെ സരുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ആന്റിക്ക് സന്തോഷമായി. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആന്റി കുറെ ദിവസങ്ങളായിട്ട് എപ്പോ നോക്കിയാലും കരച്ചിലോട് കരച്ചിൽ തന്നെയാ. ഒന്നും ചോദിച്ചിട്ട് അങ്ങോട്ട് വ്യക്തമായിട്ട് ഒന്നും പറയണില്ല. ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട് പറയാ ആന്റി എന്ന് പറഞ്ഞു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണിയുടെ തൊണ്ടയൊക്കെ ഇടറോണ്. എന്താണെന്നറിയില്ല, തണുപ്പ് കുടിച്ചിട്ടാന്ന് തോന്നേ. തൊണ്ടയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നെ അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം, എനിക്ക് അപകടം ഉണ്ടായതിനു ശേഷം ഞാൻ ഈ തണുപ്പുകളൊന്നും അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലേ ആന്റി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും താരയുടെ മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. ആന്റി വിഷമിക്കൊന്നും വേണ്ട, ആന്റി സങ്കടപ്പെടണ്ട. എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. താര ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോ താര അകത്തേക്ക് കയറി പോകുക. അപ്പൊ അപ്പോഴേക്കും കല്യാണി മനസ്സിലോർത്തു, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ആന്റി ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. എന്താ കാര്യം? ഒരു പക്ഷേങ്കില് ആന്റിയുടെ മനസ്സറിയണമെങ്കിൽ ഇനി ആന്റി തന്നെ തുറന്നു പറയണം. അല്ലെങ്കിൽ ഒന്നും അറിയാൻ സാധിക്കില്ല. സാരമില്ല, കാത്തിരിക്കാം. ആന്റി പറയോ ഇല്ലയോ എന്ന് നോക്കാം എന്നൊക്കെ ചിന്തിച്ച് കല്യാണി ഇരിക്കുവാണ്. ഈ സമയത്ത് സരു നല്ല ടെൻഷനിലാണ് ഹോസ്പിറ്റലിൽ ശാരിയുടെ അടുത്തിരിക്കുന്നത്. മോളെ, എന്തേലും മെസ്സേജ് വന്നോ താരയുടെ? ഇല്ല, ഒരു മെസ്സേജും വന്നിട്ടില്ല. ചിലപ്പോ അവര് കാല് വാരി കാണുമായിരിക്കും. അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണിക്ക് അവര് വിഷം കൊടുക്കുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോ സാരിയെ പറഞ്ഞു, മിണ്ടാതിരിക്കുക. എനിക്ക് ആ പടം ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആ സമയത്ത് മനുഷ്യന്റെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലോ. അപ്പോഴാണ് താരയുടെ മെസ്സേജ് സരുവിന്റെ ഫോണിലേക്ക് വരുന്നത്. ഇതേ വന്നു, അമ്മയുടെ മെസ്സേജ് വന്നു പറഞ്ഞിട്ട് മെസ്സേജ് നോക്കുകയാണ്. ഞാൻ കല്യാണിക്ക് ജ്യൂസ് കൊടുത്തെന്ന്. ഔ, രക്ഷപ്പെട്ടു. അങ്ങനെ കല്യാണി എന്ന് പറയുന്ന അദ്ദേഹം കൂടെ അടഞ്ഞു. എന്താ മോളെ? കല്യാണിക്ക് ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. കല്യാണി ഇപ്പൊ തന്നെ തീരുമെന്ന് പറഞ്ഞു. മോളെ, ഇനിയിപ്പം ആരെങ്കിലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഹോസ്പിറ്റലിൽ ആര് കൊണ്ടുപോവാനായിട്ടാ? ഇനിയിപ്പൊ കല്യാണിയെ വിളിച്ചിട്ട് കിട്ടാതെ വന്നു കഴിയുമ്പം കിരണോ മറ്റോ വീട്ടിലേക്ക് വരണ്ടേ? അങ്ങനെ വന്നാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അപ്പം അവൾ അവിടെ കിടന്ന് മരിക്കത്തുള്ളൂ അല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടാതെ? അതേമേ, അവളുടെ ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷം അത്ര എന്നാ കടുപ്പം കൂടിയ വീര്യം കൂടിയ വിഷമാ. അതുകൊണ്ട് അവൾ അവിടെ കിടന്ന് മരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പെറ്റമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഇപ്പം മനസ്സിലായി എനിക്ക്. അതുകൊണ്ടല്ലേ എന്റെ പെറ്റമ്മ അത് കൊടുത്തത്. അങ്ങനെ അവളുടെ കല്യാണി എന്ന് പറഞ്ഞ അധ്യായം തീർന്നു. ഇനിയിപ്പം രക്ഷപ്പെട്ടു ഞാൻ. എനിക്ക് കിരണിനെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഒരു കാരണവശാലും കിരണും കല്യാണും ഒന്നിച്ച് ജീവിക്കാനായിട്ട് പാടില്ല. ഞാൻ കമ്പനിയിൽ ചെല്ലുന്ന സമയത്തും അവിടെ ഇവിടെ എല്ലാം രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് എത്രമാത്രം വേദനയും വിഷമമുണ്ടെന്ന് അറിയാവോ? പക്ഷെ ഇനി അതുണ്ടാവത്തില്ലല്ലോ. മോളെ, ആർക്കേലും എന്തെങ്കിലും സംശയം തോന്നുമോ? എന്ത് സംശയം തോന്നാനായിട്ട്? ആർക്കും ഒരു സംശയവും തോന്നാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പിന്നെ ആര് നോക്കിയാലും ഞാൻ ഇവിടെയല്ലേ, ഞാൻ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിലല്ലേ. പിന്നെ പോരാത്തോണ്ട് എൻ്റെ പെറ്റമ്മ എനിക്ക് വേണ്ടിയിട്ടൊരു കത്തും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോൾ അവളുടെ ശല്യം ഉണ്ടാവത്തില്ലോ. കുറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നത്. അവള് പിശാശാണ്, എൻ്റെ ജീവിതം നശിപ്പിച്ച പിശാശം. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം അതിനൊരു അറുതി ഉണ്ടായി. ഇനിയാണ് എൻ്റെ കാലം, എൻ്റെ സുവർണ കാലഘട്ടം വരാൻ പോവാ. അപ്പോഴേക്കും ശാരി പറഞ്ഞു, മോളെ, എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ശാരിയെ സമാധാനിപ്പിക്കുകയാണ്. സരിവിനൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. അപ്പോഴേക്കും ശാരി വെച്ച്, മോളിപ്പം അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇപ്പൊ ഞാനങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോയാൽ ശരിയാകത്തില്ല. കുറെ സമയം കഴിയട്ടെ, ആരെങ്കിലുമൊക്കെ അവിടെ വരട്ടെ. അതിനുശേഷം എന്നെ വിളിച്ചു കഴിയുമ്പോഴേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതിനു മുമ്പ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കാദംബരി ഒരു ഗ്ലാസ് മോരും വെള്ളം ഒക്കെ ആയിട്ട് രതീഷിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ അത് കുടിച്ചോണ്ടിരിക്കുമ്പോ രതീഷ് വെച്ചു, അല്ല കല്യാണി എന്തെന്ന് ചോദിച്ചു. കല്യാണി പുറത്തു പോയേക്കോന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. കിരൺ വന്നു കഴിഞ്ഞപ്പോ കാദംബരി ചോദിച്ചു, അല്ല കല്യാണി വന്നില്ലേ? കല്യാണി താരാന്റെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞു. താരാന്റെ അടുത്തോ? എന്തിനാ അങ്ങോട്ടേക്ക് ഇട്ട കിരൺ സാറേ? ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമില്ല.
കല്യാണി അവിടേക്ക് പോകുന്നതിൽ രതീഷ് അങ്ങനെ പറയണം. അപ്പോഴേക്കും കാദംബരി ഒന്ന് ശരിയാ, രതീഷാണ് എപ്പോഴും സംശയം പറയും അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ലെന്ന്. അവിടെ സരയു ഉണ്ടല്ലോ. സരയു ഇപ്പൊ അവിടെ ഇല്ല, സരയു ശാരി ആന്റിയുടെ അടുത്താന്ന് പറഞ്ഞു. അല്ല, ശാരി ആന്റിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, കിരൺ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് കല്യാണി അങ്ങോട്ടേക്ക് പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഈ പറയുന്ന സരുവിന് മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം നല്ല മാറ്റമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാദംബരി പറഞ്ഞു, എപ്പോഴും ഈ രതീഷേട്ടൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, സരുവിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഞാനതൊക്കെ പറയുന്നുണ്ട്, അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. മുമ്പ് തന്നെ അറിയാലോ, കല്യാണിയെ കൊല്ലാനായിട്ട് ഒരു കൊലയാളി വന്നല്ലോ, അതിനകത്ത് സരുവിന് പങ്കുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് കിരൺ സാറേ ഞാൻ ഇതൊക്കെ പറയണേ, ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണിയുടെ പിന്നിൽ എപ്പോഴും ആൾക്കാരുണ്ട്. അച്ഛൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. കല്യാണിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ. അതും പറഞ്ഞ് കിരൺ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് കിരൺ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഒരു 60 സെന്റ് സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ രതീഷിനോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു കിരൺ സാറ്. അവിടെ ഞാൻ ഒരു 4 പ്ലോട്ട് പണിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഒന്ന് അല്ല, ആ പ്ലോട്ടിൽ 4 വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഒന്ന് രതീഷിനും കാദംബരിക്കും, പിന്നെ ഞങ്ങൾക്കും, പിന്നെ അച്ഛനും അമ്മയ്ക്കും, അതുപോലെ തന്നെ സരുവിനും ശാരിയാൻറ്റിക്കും, എല്ലാവരും ആ ഒരു സ്ഥലത്ത്. അത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, എനിക്ക് അതിനോട് താല്പര്യക്കുറവൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാദംബരി പറഞ്ഞു, കണ്ടോ രതീഷ് ചേട്ടാ, എത്ര സ്നേഹമാ കിരൺ സാറ് നമ്മളോട്. നേരത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നല്ലേ, എന്തൊക്കെയായിരുന്നു. എടി അതൊക്കെ മുമ്പ് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തല്ലേ. പക്ഷെ ഇപ്പൊ ആ രതീഷല്ലോ, എനിക്ക് മാറ്റമില്ലേ എന്നൊക്കെ ചോദിച്ചു. മാറ്റം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാദംബരി അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയത്ത് ചന്ദ്രസേനെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് രൂപ അങ്ങോട്ടേക്ക് വരുന്നത്. രൂപ വന്നിട്ട് പറഞ്ഞു, ചന്ദ്രേട്ട ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. സ്വപ്നം? അതെ, ഞാനൊന്നും മയങ്ങിയതായിരുന്നു. ആ സമയത്ത് കല്യാണി മോളെ കുറിച്ചൊരു വലിയൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. അതത്ര നല്ല സ്വപ്നമല്ല എന്ന് പറഞ്ഞു. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന രൂപേ, കല്യാണി മോൾക്ക് ഇത് എന്ത് സംഭവിക്കാനാ? ചന്ദ്രേട്ട ഞാൻ മുമ്പ് കല്യാണി മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞത്, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒരു കാഞ്ച് കിരൺമോനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കുമാണ് യാമിനി അങ്ങോട്ട് അവർക്കുള്ള ചായ കേട്ട് വരുന്നത്. യാമിനി പറഞ്ഞു, കല്യാണി മോള് ഇതെവിടെ പോവാനാ? കല്യാണി മോൾ അവിടെ കാണും, ചിലപ്പോ ഫോണിനകത്ത് വല്ല ചാർജ് തീർന്നാണെന്ന് അറിയില്ലല്ലോ. സേനം പെട്ടെന്ന് തന്നെ കിരണിനെ വിളിക്കുവാണ്. കിരണിനെ വിളിച്ച് സംസാരിച്ചിട്ട് ചോദിച്ചു, അല്ല കല്യാണി എവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, കല്യാണി താരാന്റെ അടുത്ത് പോയേക്കുക, താരാന്റിക്ക് എന്തൊക്കെയോ ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് അവിടേക്ക് പോയേക്കുവാന്ന് പറഞ്ഞു. എന്താച്ചാ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, കല്യാണി മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് രൂപ പറഞ്ഞു. അത് ചിലപ്പോൾ അവളുടെ ഫോണിലെ ചാർജ് കയറുന്നതാണ്. അതല്ലട മോനെ, അമ്മ എന്തോ ഒരു സ്വപ്നം കണ്ടെന്ന്, ഒരു ദുർസ്വപ്നമാണ് കല്യാണിയെ കുറിച്ച്, അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാ കല്യാണിയെ വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, അമ്മയെ സമാധാനിപ്പിക്കുക, വെറുതെ ഒരു സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ കോള് കട്ട് ചെയ്തു. പിന്നീട് ചന്ദ്രസേൻ ഈ കാര്യങ്ങൾ പറയണം, താരയുടെ അടുത്തേക്ക് പോയെന്ന്. യാമിനി പറഞ്ഞു, താരയുടെ അടുത്താണ് സൂക്ഷിക്കണം. ആ സരു അവിടെ ഇല്ലേന്ന് ചോദിച്ചു. അതിന് സരു ഹോസ്പിറ്റലാന്നാ പറഞ്ഞ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രൂപ പറഞ്ഞു, എനിക്കെന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ചന്ദ്രേട്ട, എനിക്കെന്തോ ഒരു ഭയം തോന്നുന്നുണ്ട്, ഇതുവരെയായിട്ടും മോളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. രൂപേ നീ വിഷമിക്കാതിരിക്കുക, ഒന്നുമില്ല, ഈ പറയുന്ന സരുവിനൊക്കെ നല്ല മാറ്റമല്ലേ, സരുവ് മാറിയിട്ടില്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? താരയുടെ വീട്ടിലേക്ക് പോയെന്നോർത്തുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചന്ദ്രേട്ട മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന്. എന്താപത്ത് വരാനായിട്ട്? അങ്ങനെ ഒരു ആപത്തും വരില്ല എന്നൊക്കെ പറഞ്ഞ് രൂപയെ സമാധാനിപ്പിക്കുകയാണ് ചന്ദ്രസേനന്. ഈ സമയം വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് ശാരിയുടെ അടുത്ത് സരയു നിൽക്കുന്നത്. സരയുവിനോട് ശാരി ചോദിച്ചു, എന്തെങ്കിലും വിവരം ഉണ്ടോ മോളെ? എന്ത് വിവരം? അല്ല, മോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? ഞാൻ പോയിട്ട് വേണം, ഞാനും കൂടെ പിടിക്കപ്പെടാനുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും വിളി വരുമോ അവിടുന്ന്. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ, ഒന്നും അറിയത്തില്ലാത്ത മട്ടി വേണം എനിക്ക് പോവാനായിട്ട്. കല്യാണി നല്ല അധ്യായം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് ചെല്ലാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ കണ്ടു, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനും കിരണും കൂടെ ഒന്നാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. പിന്നെ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യും, കല്യാണി മരിച്ചല്ലോ, ഇനിയിപ്പം ഞാൻ കല്ലുമോനെ സ്നേഹിക്കുന്ന തുടങ്ങും. എൻ്റെ കൺമണി മോളെക്കാളും കൂടുതലായിട്ട് ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കും. പെട്ടെന്ന് ശാരി ചോദിച്ചു, അതിന് നിനക്ക് സാധിക്കുമോ? നിന്റെ പെറ്റ കുഞ്ഞിനേക്കാൾ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ അവനെന്ന് ചോദിച്ചു. അതൊക്കെ എൻ്റെ ഒരു അഭിനയമല്ലേ, അഭ്യാസമല്ലേ, എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനും കിരണും നമ്മളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. കാരണം കല്ലുമോനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ മോളെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കുന്നതല്ല കാണിച്ചാലോ എനിക്ക് കിരണിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ
ഞങ്ങൾ തമ്മിലൊരു ജീവിതം കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കല്ലുമോനൊക്കെ എവിടെ കിടക്കും? അവൻ അവൻ്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേങ്കിൽ എൻ്റെ കൺമണി മോളെ ഞാൻ പൊന്നുപോലെ നോക്കും. ഉം. അതുപോലെ തന്നെ കിരണും ഞാനും തമ്മിലുള്ള ജീവിതം ഞങ്ങൾ നല്ല സുന്ദരമായിട്ട് ജീവിക്കും. പണ്ട് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. ആ സമയത്തല്ലേ ആ കല്യാണി എന്ന് പറയുന്നവള് കിരണം വശത്താക്കിയെടുത്തെ. അതോടുകൂടി എനിക്ക് വാശിയും വൈരാഗ്യമായിരുന്നു. മനോഹർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു. പക്ഷേങ്കിൽ അതും നടന്നില്ല. പിന്നെ എനിക്ക് കിരണിനെ സ്വന്തമാക്കിയാൽ മതിയെന്നുള്ളൂ. ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവുമേ, ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും. ആ കല്യാണി എന്ന് പറഞ്ഞ അധ്യായം അറിഞ്ഞല്ലോ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും വളരെ സന്തോഷിച്ച് നിൽക്കുക സരയു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോ കല്യാണിക്ക് എന്ത് സംഭവിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ഒരു കാരണവശാലും താര അങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യാൻ വഴിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.